പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി. കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിന്റെ മുൻവശത്താണ് പൈപ്പ് പൊട്ടിയത്. ദിനംപ്രതി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും പതിവാണ്. കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിന് മുൻവശമാണ് പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ദിവസങ്ങളായി ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് പാഴായത്. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിന്റെ മുമ്പിൽ ദേശീയപാതയുടെ വർക്കുമായി ബന്ധപ്പെട്ട് നടന്ന വർക്കിൽ പ്രധാനപ്പെട്ട പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം നമ്മൾ ധരിപ്പിച്ചെങ്കിലും ഈ സമയം വരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ വർക്ക് ചെയ്യുന്ന കരാറുകാരാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പെട്ടെന്ന് പരിഹാരം കണ്ടത്. നമ്മുടെ പല പ്രദേശങ്ങളിലും കരുനാഗപ്പള്ളിയുടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ പൈപ്പ് ലൈനിൽ നിന്ന് എത്രയോ വെള്ളമാണ് പാഴായി പോകുന്നത്. പല പ്രദേശങ്ങളിലും കിഴക്കൻ മേഖലയിൽ വെള്ളമില്ല, തീരദേശ മേഖലയിൽ വെള്ളമില്ല. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ചൂട് ഏറി വരുന്ന ഈ സമയത്ത് ഇതുപോലുള്ള പൈപ്പ് ലൈൻ പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഓരോ മണിക്കൂറിലും ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കാൻ ഇവിടുത്തെ അധികാരിവർഗം തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ തയ്യാറാകണം. കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പൈപ്പ് പൊട്ടിയാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി ഇടപെട്ട് അത് മെയിൻ്റനൻസ് നടത്തുവാനും ആ വെള്ളം പാഴാകുന്നത് തടയുവാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. പൈപ്പ് ലൈനിലെ തകരാറ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇടക്കുളങ്ങര പൗരസമിതി. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. വാട്ടർ ടാങ്കിന്റെ അപരിചിതമായ മണപ്പള്ളിയുടെ കിഴക്കൻ ഭാഗങ്ങൾ കംപ്ലീറ്റ് 6 ദിവസമായി വെള്ളമില്ല. അത് അവരെ അന്വേഷിച്ചപ്പോൾ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ്റനൻസ് പണി നടക്കുന്നത്. ഈ 1 മാസക്കാലം കൊണ്ട് അവിടെ ഒരു മെയിൻ്റനൻസ് പണിയും നടക്കുന്നില്ല. അത് തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കിട്ടുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളത് കാര്യമായി അതിൻ്റെ ധാരണയായിട്ട് മുന്നോട്ട് നീങ്ങാൻ പോകുക. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.